മഴയോട് മഴ, അതാണ് ആദ്യം പറയാനുള്ളത്. നല്ല മഴ, എപ്പോഴും ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ. നമ്മളവർക്ക് മഴയില്ല എന്ന് കരുതി നമ്മൾ കുട എടുക്കാതെ വെള്ളോട്ടൊന്ന് ഇറങ്ങി, പക്ഷെ അപ്പോഴും പെയ്യുന്നുണ്ടായിരിക്കും. ഒന്ന് വൈകുന്നേരം ഞാൻ ഇവിടുന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും മഴയില്ലെന്ന് പറഞ്ഞ് കുട നിവർത്തില്ല, ബാഗിൽ നിന്ന് പിന്നെ മഴ പെയ്യുന്നുണ്ടല്ലോ, പിന്നെ ഞാനെന്താ കുട നിവർക്കാത്തെന്ന് പറഞ്ഞ് പിന്നെ എടുത്ത് നിവർത്തി പിടിച്ചു. നമുക്ക് അങ്ങ് തോന്നത്തില്ല, മഴ പെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല അകത്തുനിന്ന് നോക്കും, പക്ഷേ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു മഴയും കാലാവസ്ഥയാണ്. ഇന്ന് ശനിയാഴ്ചയാണല്ലോ, നാളെ ഞായർ, നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അവധിയാണ്. ഇനി അവധിയല്ലാത്തവരെല്ലാം കാണും. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ കടകളിലൊക്കെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. കാരണം ഇന്നെല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം നാളെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം, കുറച്ച് നേരം കിടന്ന് ഉറങ്ങാം. ഒന്നത് മഴയും കൂടെ അല്ലേ, അപ്പം നേരത്തേക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങി നേരെ വീട്ടിൽ ചെല്ലുക. എന്താ ഇന്ന് താമസിച്ചേ കിടക്കത്തുള്ളൂ എല്ലാവരും. എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കി എല്ലാം കഴിച്ചിട്ട് താമസിച്ച് കിടന്നിട്ട് നാളെ താമസിച്ച് എഴുന്നേൽക്കും. നല്ല രസമുള്ളൊരു കാര്യമാണ്. ഞാൻ നേരത്തെ ഇങ്ങനെ നാളെ ഞായറാഴ്ച എങ്ങും പോകണ്ട എന്നുള്ള ഇതാണ്. പക്ഷേ ഇപ്പം ഞായറാഴ്ച എനിക്കൊരു ട്യൂഷൻ ഉള്ളതുകൊണ്ട് അപ്പം ഉച്ച കഴിഞ്ഞിട്ട് അവർക്ക് പോകണം. വൈകുന്നേരം പിന്നെ ഫ്രീ ആണ്. അങ്ങനെ ഞായറാഴ്ച വൈകുന്നേരം ഫ്രീ ആയിട്ട് കിട്ടും. അപ്പം വൈകുന്നേരമാണ് എനിക്ക് കിട്ടുക. ഇന്നലെ വൈകുന്നേരം ഞാൻ ധൃതി പിടിച്ചു. അപ്പോൾ 5 മണിക്ക് 10 മിനിറ്റ് ഉള്ളപ്പോഴേ ഇറങ്ങിയത്. എങ്ങനെ നേരത്തെ ചെല്ലണം എന്നുള്ള രീതിയിലാണ്. അപ്പം പോകുന്ന വഴിക്ക് ഒരു ചേച്ചി തടഞ്ഞു നിർത്തി. ആ ചേച്ചിയുടെ ഒരു കുട്ടി 2ലും ഒരു കുട്ടി 7ലുമാണ്. അപ്പം 2ാം ക്ലാസ്സിന് ഞാൻ ചേച്ചി എങ്ങനെയെങ്കിലുമൊക്കെ എടുത്തിട്ട് 7ാം ക്ലാസ്സിന് ഞാൻ എടുത്തു കൊടുക്കണം. ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് സമയമില്ല. അപ്പുറത്ത് ഇങ്ങനെ ഭയങ്കര റിക്വസ്റ്റായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ച് എൻ്റെ ഫോൺ നമ്പർ ഇവിടുന്ന് തപ്പിയെടുത്ത് അതിൽ നിന്ന് വരെ വിളിച്ചിട്ട് ആണ് ഞാനത് അംഗീകരിച്ചത്. അത് ഈ അഹങ്കാരമായിട്ട് പറയുന്നതല്ല, എനിക്ക് സമയമില്ല, കുഞ്ഞിൻ്റെ കാര്യമുണ്ട്. കുഞ്ഞുള്ളത് കൊണ്ടാണ് നമുക്ക് അവളുടെ കൂടെ ഇരിക്കാനുള്ള സമയം വേണമല്ലോ. അപ്പം അത് മാത്രമല്ല, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കൊരു തൃപ്തി വേണം. ഈ 3 ദിവസം കൊണ്ട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. പക്ഷേ കുട്ടികൾ കുഴപ്പമില്ലാത്ത കുട്ടികളാണ്, പിന്നെ അമ്മമാരും ശ്രദ്ധിക്കുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് വലിയ റിസ്ക് ഇല്ല. ഇനിയിപ്പോൾ 1 മാസമായില്ലേ ക്ലാസ് തുടങ്ങിയിട്ട്, അപ്പോൾ അത്രയും നമ്മൾ എടുത്ത് തീർക്കുകയും ചെയ്യണം. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ ഏതായാലും അതങ്ങനെ സോൾവായി നിൽക്കുമ്പോഴേ ചേച്ചി എന്നോട് പറഞ്ഞേ, അവരോടൊന്ന് ചോദിക്കുമോ അവിടോട്ട് വിടട്ടെ. ഞാൻ പറഞ്ഞു, ചേച്ചി ഞാനായിട്ട് ചോദിക്കാൻ ശരിയല്ല, കാരണം അവർക്ക് അവരുടേതായ പ്രൈവസി ഉണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിലാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ആരോടും ചോദിക്കാനില്ല. പക്ഷേ അവരുടെ വീട്ടിൽ വെച്ച് നമ്മൾ എടുക്കുമ്പം പുറത്തുനിന്നൊരു കുട്ടിയെ കൊണ്ടുവരിക എന്ന് പറയുമ്പം അത് നമ്മൾ ചോദിക്കുന്നത് ശരിയല്ല. അവർക്ക് നോ എന്ന് പറയണം എന്നായിരിക്കും അവരുടെ മനസ്സിലാഗ്രഹമെങ്കിലും ഞാൻ ചോദിക്കുന്നതുകൊണ്ട് അവർ ചിലപ്പം യെസ് പറഞ്ഞു പോകും. അതിന് മാത്രമല്ല, ചിലപ്പം ഇപ്പോൾ ഒരാൾ വരുന്നപ്പം ചിലപ്പം വേറെ ആരെങ്കിലും അങ്ങനെ ചോദിച്ചെന്നിരിക്കാം. അപ്പം അവർക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടായി മാറും. അത് ശരിയല്ലല്ലോ നമ്മളങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ചേച്ചി 7ലാണെങ്കിൽ അത് ഇവിടെ അടുത്ത സ്കൂളിലാണ് കാണുന്നത്. ഞാൻ പറഞ്ഞു, ട്യൂഷൻ സെൻ്ററിലേക്ക് വിട്, 7ലൊക്കെയുള്ള കുട്ടികളവിടെ ഉണ്ട്. അത് രാവിലെ അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പം കുറേ കുട്ടികൾ താമസിച്ച് വരുവേ. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്താ താമസിക്കുന്നത്, നിങ്ങൾക്ക് നേരത്തെ വന്നുകൂടെ, ഇത്രയും സമയം പോകല്ലേ ചോദിക്കുമ്പോൾ, ടീച്ചറെ രാവിലെ വല്ലതും ഉണ്ടാക്കണ്ടേ, ഉണ്ടാക്കിയ സമയത്ത് തന്നാലേ ഞങ്ങൾക്ക് വരാൻ പറ്റത്തുള്ളൂ. എനിക്ക് എന്ത് പറയണം മറുപടി എന്നറിയത്തില്ല. ഞാൻ പറഞ്ഞേ, നിങ്ങൾ പറയണം ഞങ്ങൾക്ക് ഇത്ര മണിക്കാണ് ക്ലാസ്, ആ സമയത്തിനുള്ളിൽ റെഡിയാക്കി വരണം എന്നുള്ളത്. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇങ്ങനെ താമസിച്ചേ തരത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് പറയാനാണ്. അപ്പോൾ സാറിങ്ങനെ അവരുടെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി PTA മീറ്റിംഗ് വിളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതപ്പോഴത്തേക്കും നമുക്ക് കുട്ടികളുടെ ഇതിൽ നിന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു കാരണമാണല്ലോ വേണ്ടത്. അപ്പോൾ അവർ കണ്ടെത്തിയിരിക്കുന്ന കാരണം അവർക്ക് സമയത്ത് ഫുഡ് ഉണ്ടാക്കി തരുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ താമസിക്കുന്നത് എന്നുള്ളത്. എങ്കിൽ നമ്മൾ ശനിയാഴ്ച അല്ലെങ്കിൽ അവധിയുള്ള ദിവസങ്ങളിൽ ഒരു 10 മിനിറ്റ് കൂടുതൽ എടുക്കാമെന്ന് വെച്ചാൽ അപ്പം വീട്ടിൽ നിന്ന് വിളി. നമ്മളപ്പോൾ നേരത്തെ തന്നെ സാറ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് അവധി ദിവസങ്ങളിൽ ക്ലാസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സമയം കൂടുതൽ വേണം, കാരണം ഇത്രയും വിഷയങ്ങൾ എടുക്കുന്നതാണ്, എനിക്കൊരു തൃപ്തി വരണം. ഞാൻ എടുക്കുന്നത് അവർക്ക് മനസ്സിലായി, അല്ലെങ്കിൽ അവർക്ക് എല്ലാ രീതിയും ഞാൻ പറഞ്ഞു കൊടുത്തു എന്ന് എനിക്കൊരു തൃപ്തി ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ സാറേ എന്ന് പറഞ്ഞു. അത് എനിക്ക് പുസ്തകം തന്നെ വായിച്ച് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ സാറിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാറ് പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് വോയിസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് വരണം, ഇച്ചിരി താമസിക്കും 10-15 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൻ്റെ പേരിൽ മാറും. അപ്പം പിന്നെ ഒരാൾ മാറി അങ്ങനെ പോകുമ്പോൾ പിന്നെ നമുക്കങ്ങോട്ട്, ഇന്നാണെങ്കിൽ ഒരു കുട്ടിക്ക് എന്തോ ബലിയിടാനും മറ്റും പോകണമായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവരിന് രണ്ടുപേർ വന്നിട്ടുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, നമ്മൾ അങ്ങനെയുള്ളൊരു കാര്യത്തിന് നമുക്ക് ഒരാളെ ഒഴിവായി
പിന്നെ അങ്ങോട്ട് പഠിപ്പിക്കാൻ എൻ്റെ മനസ്സ് തോന്നില്ല. ഞാൻ പറഞ്ഞു ശരി, നല്ല 9 മണി വരെ ഇരുന്നു. ഓക്കെ, അത്രയും പറഞ്ഞാൽ നിർത്തിയിരുന്നു. അങ്ങനെയൊക്കെ ഇങ്ങനെ പോകുന്നു ഇവിടുത്തെ വിശേഷങ്ങൾ. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്. റോഡെല്ലാം മോശമാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ മഴ ഇങ്ങനെ വെള്ളം നിന്നിട്ട് ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള കുഴികളൊക്കെയാണ്. അപ്പം ഞാനും എൻ്റെ അടുത്തുള്ളൊരു കുട്ടിയും കൂടെ വന്നു. അപ്പം ഞാനതിനെ ഫ്രണ്ടിൽ നടത്തും, പുറകെ നടക്കും. അപ്പം ചില കുഴികൾ ഈ വണ്ടിക്കാർക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ ഒരു കുഴിയിൽ ഒരു കാറ് ചാടിയിട്ട് ഞങ്ങളുടെ മേത്തോട്ട് വെള്ളം തെറിച്ച്. അപ്പം ഞാൻ വെള്ളം തെറിച്ച്. അപ്പം അതും പറഞ്ഞു എൻ്റെ മേത്തും തെറിച്ച് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ചിലപ്പോൾ ഈ വണ്ടിക്കാർക്കും കാണാൻ പറ്റത്തില്ല ചില കുഴികൾ, ചെറിയ കുഴികളൊക്കെ ആണെങ്കിൽ. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ വലിയൊരു കുഴി ഉണ്ടായിരുന്നു. ആ കുഴിക്കകത്തിലൊരു ഓട്ടോ എന്നും പറഞ്ഞിട്ട് വീഴുന്നുണ്ടായിരുന്നു. അതും അറിയാതെ പറ്റുന്നതാണ്. കാരണം അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഏതായാലും ഓട്ടോ ആ കുഴിക്കകത്തിലിടത്തില്ല. അപ്പോൾ വലിയൊരു കുഴിയായിരുന്നു, ശ്രദ്ധിക്കാതെ വന്നു പോയി. ചിലപ്പോൾ നമ്മളോർക്കും ചെറിയ കുഴിയാണ്, പക്ഷേ അത് ചിലപ്പോൾ വലുതായിരിക്കും. അങ്ങനെയൊക്കെ കുഴി, വെള്ളം ഇതൊക്കെ ആയിട്ട് പോകുന്നു. എന്നാണ് മഴ മാറുന്നത് അറിയത്തില്ല. ഇനിയിപ്പം വാവ് വരുന്ന അടുത്ത വ്യാഴാഴ്ച വാവാണ് വരുന്ന വ്യാഴാഴ്ച. അപ്പം വാവിന് ശേഷം മിക്കവാറും ഈ മഴയിലൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി അടുത്തത് തന്നെ അത് കഴിയുമ്പോൾ എന്തെങ്കിലും വരുമോ എന്നറിയത്തില്ല. എന്തായാലും പ്രതീക്ഷയായിട്ടിരുന്നു. പക്ഷേ ഉച്ച കഴിഞ്ഞപ്പം തൊട്ട് എന്തോ ഒരു ഉണ്ട്, ബുദ്ധിമുട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു തലവേദനയുണ്ട് നല്ലപോലെ. വൈകുന്നേരം ആയപ്പം തലവേദനയുണ്ട്. ഉച്ചയ്ക്ക് പഠിപ്പിക്കാൻ എന്നിട്ട് നമ്മൾ അറ്റ് പ്രസൻ്റ് അല്ലാത്ത രീതിയിൽ എന്തോ ഒരു മ്ലാനതയുണ്ട് തലയ്ക്ക്. പനിയുടെ ഹാങ് ഓവർ ആയിരിക്കും. ഞാൻ 2 ദിവസം കൊണ്ട് ഗുളിക കഴിക്കുന്നില്ല. വലിയ കുഴപ്പമൊന്നുമില്ല, വെറുതെ ഉള്ള മരുന്നെല്ലാം കൂടെ കഴിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവർ ഇങ്ങനെ തലയിൽ നിൽപ്പുണ്ട്. എല്ലാവരും കുറേ പേര് സന്തോഷം, കുറേ പേര് ദുഃഖം. ഇന്ന് രാവിലെയൊക്കെ നല്ല മഴയെന്ന് വെച്ചാൽ വീടിനകത്തൊക്കെ നല്ല ഇരുട്ട്, ആ രീതിയിലുള്ള മഴ. റൂമിലൊക്കെ നല്ല ഇരുട്ട്. അപ്പം ഞാനും കുഞ്ഞും കൂടി അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് നമ്മൾ ആരെങ്കിലുമൊക്കെ ഫോൺ ചെയ്യുന്ന സമയമാണ്. നമ്മൾ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടെ കുറച്ച് നേരം ഇരിക്കും. അപ്പം നമ്മൾ ബന്ധുക്കളെയൊക്കെ വിളിക്കും. അങ്ങനെ വിളിച്ചിട്ട് ആരും വിളിച്ചിട്ട് ആരും എടുക്കുന്നില്ല. അപ്പോൾ എന്താണ് എല്ലാവരും ഉറക്കമാണ്. ഈ സമയമാകുമ്പോൾ നല്ലൊരു അന്തരീക്ഷം, സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ. രാവിലത്തെ കാപ്പി കുടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഉച്ച നേരം ഉറങ്ങാമെന്ന് വിചാരിച്ച് എല്ലാവരും ഉറക്കം. ഒരാളെ വിളിച്ചപ്പോൾ ഒരാൾക്ക് പനിയാന്ന് പറഞ്ഞു. ഒക്കെ ആരും എടുത്തില്ല. അപ്പം ഞങ്ങൾ അങ്ങനെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, നമ്മളിപ്പം ഈ മഴ കൊള്ളാതെ മഴ ആസ്വദിച്ചാൽ ഈ തണുപ്പ് ആയിട്ട് ഇവിടെ കിടന്നിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ തോന്നുന്നുണ്ട്. അങ്ങനെ അവൾ അവിടെ കിടന്നങ്ങ് ഉറങ്ങുകയും ചെയ്തു, കുഞ്ഞ്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയും ചെയ്തു, ഈ മഴ കൊണ്ട് അല്ലേ ജോലി ചെയ്യുന്ന എത്രയോ പേര്. നമുക്കൊക്കെ ഇങ്ങനൊരു ചുറ്റുപാടെങ്കിലും ഉണ്ടെന്ന് പറയാം. പക്ഷേ ഈ അതിഥി തൊഴിലാളികളെന്ന് പറഞ്ഞ് വന്ന് കുറച്ച് ആളുകൾ താമസിക്കുന്നത്, അവരുടെയൊക്കെ പരിസരവും അവരൊക്കെ താമസിക്കുന്ന ചുറ്റുപാടുമൊക്കെ വളരെ മോശമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അവരത് വൃത്തിയാക്കാൻ മെനക്കെടുന്നില്ല. അത് വാടകയ്ക്ക് കൊടുക്കുന്നവർക്ക് ആ ഒരു താല്പര്യമില്ല, ഇല്ലേ? അത്ര മോശമായ ചുറ്റുപാടിലൊക്കെ ഇപ്പോഴും ജോലി ചെയ്യുന്നവരുണ്ട്. മഴ നനഞ്ഞുകൊണ്ട് ഇല്ലേ ജോലി ചെയ്യുന്നവരുണ്ട്. മഴയായാലും വെയിലായാലും കറക്റ്റ് സമയത്ത് ജോലിക്ക് ചെല്ലേണ്ട ആളുകളുണ്ട്. വെളുപ്പിന് എണീച്ച് ജോലി ചെയ്യേണ്ട ആൾക്കാരുണ്ട്. എൻ്റെ ഹസ്ബൻഡൊക്കെ അമ്പലത്തിലായതുകൊണ്ട് രാവിലെ എഴുന്നേറ്റേ പറ്റുള്ളൂ. ഇത്ര സമയത്ത് അമ്പലം തുറക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് അവിടെയുള്ളവരെല്ലാവരും ചെന്നിരിക്കണം, അല്ലേ? രാവിലെ എണീച്ച് ആ തണുപ്പത്ത്. ഇന്നാണെങ്കിൽ എനിക്ക് രാവിലെ എണീച്ചിട്ട് നല്ല തണുപ്പുണ്ട്. അയ്യോ എങ്ങനെ കുളിക്കും എന്നുള്ളത്. പക്ഷേ കുളിക്കാതെ എനിക്ക് പുറത്തോട്ട് പോകുകയെന്ന് പറയുന്നത് വലിയൊരു മാനക്കേട് പോലെ എനിക്ക്. കാരണം നമ്മൾ എണീച്ച് ആ ഒരു രീതിയിൽ അങ്ങ് ശീലിച്ച് പോയതാണ്. പിന്നെ അങ്ങ് കുളിച്ച് നല്ല തണുപ്പ്. അപ്പം ഞാൻ ഈ തണുപ്പെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മറ്റ് സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരെല്ലാം എന്ത് സുഖം, അവർക്കൊക്കെ തണുപ്പ് മഴ. ഞങ്ങളിവിടെ കൊടും ചൂടിനകത്തില്ല. നിങ്ങളും വന്നോളൂ, ഓണത്തിന് വരുന്നവരൊക്കെ ഇവിടെ നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ദിവസം ജോലിക്ക് പോയി അതിൽ നിന്ന് വരുമാനം കിട്ടുന്ന ആൾക്കാർക്ക് മഴ ഇങ്ങനെ അടുപ്പിച്ച് വരുമ്പോൾ ഉണ്ടല്ലോ, കയ്യിൽ പൈസ ഒന്നും ഇല്ലാത്ത അവസ്ഥയുണ്ട്. അതും ഒരു സംഭവമാണ്. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ സ്പീഡിൽ ഇവിടുന്ന് നടന്നങ്ങോട്ട് പോവാണ്. ഒരു വയ്യാത്തൊരപ്പൂപ്പൻ. അപ്പം ബുദ്ധിമുട്ടാണ് പുള്ളിക്ക് നടക്കാൻ, ഇങ്ങനെ ഒരുമാതിരിയാണ് നടക്കുന്നത്. പക്ഷേ പുള്ളിയുടെ അടുത്തും ഇങ്ങനെ ബീഡിയുടെ വാട ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എന്താ പുള്ളി ഒരു കയ്യിൽ ഏതായാലും ആ ബീഡി ഇങ്ങനെ കത്തിച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പുള്ളിയുടെ പുറകെ നടക്കുന്നതുകൊണ്ട് കാറ്റടിക്കുമ്പോൾ എൻ്റെ മുഖത്തോട്ടായി പുകയെല്ലാം കൂടെ വന്നടിക്കുക. ഞാൻ മുഖം പൊത്തിക്കൊണ്ട് എനിക്കിതിൻ്റെയൊക്കെ സ്മെല്ല് ഭയങ്കര ഇറിറ്റേഷനാണ്. ചിലപ്പം തുമ്മലൊക്കെ വരും എനിക്ക്. അതായത് അപ്പം ഞാൻ എങ്ങനെയെങ്കിലും നടന്ന് ഫാസ്റ്റായിട്ട് അപ്പം നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വയ്യെങ്കിലും നല്ല സ്പീഡിൽ അപ്പം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു.
ഇതിനൊരു സൈഡിലോട്ട് ചരിഞ്ഞാണ് പുള്ളി നടക്കുന്നത്. പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും നടന്ന പുള്ളിയെ പാസ് ചെയ്ത് പോയി. അപ്പം എനിക്ക് സമാധാനമായി. ഈ തണുപ്പ് സമയത്തൊക്കെ ഇതൊക്കെ ഒരു ലഹരിയുടെ ഭാഗമായിട്ട് മാത്രമല്ലല്ലോ, ഒരു ഉന്മേഷം കിട്ടുന്ന ഒന്നുകൂടിയാണ്. ചായ കുടിക്കുന്നത് പോലെ തന്നെ ഈ സിഗരറ്റും ബീഡിയും മദ്യമൊക്കെ പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്കൊരു ഈ തണുപ്പിൽ നിന്ന് മോചനം കിട്ടുന്ന തരത്തിലുള്ള എന്തോ ഒരു വസ്തുവും കൂടിയാണ് എന്നാണ് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അത് അവരുടേതായിട്ടുള്ള സ്വകാര്യത അല്ലേ. പക്ഷെ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ എന്ത് വേണമെങ്കിലും ആയിക്കോ. എത്രയാണ് പറയാനുള്ളത്. ബാക്കി നോക്കാം പിന്നീട്.